മലയോരത്ത് നിന്നും വീണ്ടും ഒരു കർഷക ആത്മഹത്യ. ജീവിതം ഒരു മുഴം കയറിലോ ഒരു തുള്ളി വിഷത്തിലോ അവസാനിപ്പിക്കുന്ന കർഷകരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കടബാധ്യത കൊണ്ട്, വിലത്തകർച്ച കൊണ്ട് കർഷകൻ ജീവൻ ഒടുക്കേണ്ടി വരുമ്പോൾ വഴിയാധാരമാകുന്നത് എത്രയോ കുടുംബങ്ങളാണ്. ബാങ്കുകളിൽ നിന്ന് കർഷകന് ലഭിക്കുന്ന ഓരോ ജപ്തി നോട്ടീസും അവനുള്ള മരണ വാറണ്ടായി മാറുകയാണോ? ആത്മഹത്യാ മുനമ്പിൽ അഭയം തേടുന്ന അവസാനത്തെ കർഷകപുത്രനായിരിക്കില്ല കണ്ണൂർ ജില്ലയിലെ കൊളക്കാട്ടെ ആൻഡ്രൂസ്. കാർഷിക മേഖലയിൽ ജീവിക്കുന്നവരും കൃഷിയെ തൊഴിലായി കൊണ്ടു നടക്കുന്നവരും ഒരു മുഴം കയറോ ഒരു തുള്ളി വിഷമോ കണ്ടെത്തി ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇതിലെ അവസാനത്തെ ആളല്ല കൊളക്കാട് കുഴിയാനി മറ്റത്തിൽ ആൻഡ്രൂസ് എന്ന് വിളിക്കപ്പെടുന്ന ലൂക്കോസ്. വിലത്തകർച്ചയിൽ തകർന്നടിഞ്ഞ കൃഷി മേഖലയിൽ നിന്ന് കർഷക മക്കൾ നിലവിളിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും ആത്മഹത്യയെ ഒരു വരമാക്കിയിട്ട് ഒരു പതിറ്റാണ്ടിൽ താഴെയേ ആയിട്ടുള്ളൂ. എല്ലാ ആത്മഹത്യകൾക്കും അടിസ്ഥാന കാരണം കർഷകന്റെ കടബാധ്യതയാണ്. ഈ കടബാധ്യതയിലെ പ്രധാന വില്ലൻ ബാങ്കുകളുമാണ്. അടുത്ത വില്ലൻ ബ്ലേഡ് പലിശക്കാരാണ്. 100 രൂപ സേവിംഗ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നതിന് പോലും സർവീസ് ചാർജ് ഈടാക്കുന്ന ബാങ്കുകൾ ദയ ഒരു ലെവലേശം പോലുമില്ലാതെ കർഷകനെ കൊലക്കയറിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ്. ഓരോ കർഷക ആത്മഹത്യയും യഥാർത്ഥത്തിൽ ബാങ്കുകളും കൊള്ളപ്പലിശക്കാരും അവരെ സംരക്ഷിക്കുന്ന സർക്കാരുകളും ചേർന്ന് നടത്തുന്ന കൊലപാതകങ്ങളാണ്. ഓരോ കർഷക ആത്മഹത്യയും ചൂണ്ടിക്കാണിക്കുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലേക്കാണ് മലയോര ശബ്ദം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വിപണിയെ ബാധിക്കുന്ന കാർഷിക ഉൽപ്പന്ന വില തകർച്ചയാണ് ഇതിലാദ്യത്തേത്. ഏറ്റവും കുറഞ്ഞത് 1 മാസം മുതൽ 10-15 വർഷം വരെ എടുക്കുന്ന കാർഷിക പ്രക്രിയയിൽ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും അധ്വാനത്തിന്റെ മൂല്യം ഇല്ലാതാക്കും വിധമാണ് അവരുടെ ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വിലകൾ വ്യക്തമാക്കുന്നത്. ഒരധ്വാനത്തിന്റെ നഷ്ടം നികത്താൻ അടുത്ത കൃഷിയിലേക്ക് ചേക്കേറുമ്പോൾ കടം വാങ്ങേണ്ടി വരുന്നുവെങ്കിൽ അത് വിപണിയെ നിയന്ത്രിക്കുന്ന സർക്കാരിന്റെ ഭരണ പരാജയമാണ്. അങ്ങനെ വാങ്ങുന്ന കടത്തിന് ബാങ്കുകൾ കൊള്ളപ്പലിശ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ കഴിവുകേടാണ്. കൊള്ളപ്പലിശ വാങ്ങുന്ന ബ്ലേഡ് കമ്പനി നാട്ടിൽ വിലസുന്നുണ്ടെങ്കിൽ അത് ഭരണ പരാജയമാണ്. കർഷകൻ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഭരിക്കുന്നവനെ ആ പണിക്ക് കൊള്ളില്ല എന്നു തന്നെയാണ്. ഏതു സർക്കാർ ആയാലും പ്രകൃതി ദുരന്തങ്ങളും വന്യമൃഗങ്ങളും പാർട്ടി പിരിവുകാരും കൊത്തിയെടുത്ത ശേഷം അവശേഷിക്കുന്ന ചീരയും കപ്പയും റബ്ബറും തേങ്ങയും വിറ്റ് 2 രൂപയുടെ റേഷനരി വാങ്ങി നെല്ല് വിളയിക്കുന്ന കർഷകൻ മാവേലി സ്റ്റോറിന് മുന്നിൽ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. 100 രൂപയ്ക്ക് ഡാറ്റ വിറ്റ് വികസനമെത്തിയെന്ന് വിളമ്പുന്നവർ 1 രൂപയുടെ BPL അരി വാങ്ങാൻ ക്യൂ നിൽക്കുന്ന ചിത്രം അതേ ഡാറ്റയിലൂടെ ലോകത്തെ കാണിക്കുമ്പോൾ നാണം കെടുന്നത് ഭരിക്കുന്നവരാണ്. ഡാറ്റ വിൽക്കുന്നവർക്ക് ആരോഗ്യം നൽകാൻ അധ്വാനിക്കുന്നത് അന്നം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനാണെന്ന് സർക്കാരും ബാങ്കുകാരും ഓർക്കുന്നേയില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നിസാര പലിശയ്ക്ക് കാറ് വാങ്ങാൻ വ്യവസ്ഥകളിൽ ഇളവുകളോടെ പണം കടം കൊടുക്കുന്ന അതേ ബാങ്കുകൾ കർഷകനോട് കൊള്ളപ്പലിശയും അടിയാധാരവും വരെ പിടിച്ചുപറിച്ച് വാങ്ങിയെടുക്കുകയാണ്. തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദയയുമില്ലാതെ ഒരു കുടുംബത്തെ പെരുവഴിയിലേക്ക് ഇറക്കിവിടാനും 10,000 ശമ്പളം വാങ്ങുന്ന ബാങ്കിലെ തമ്പ്രാക്കന്മാർക്ക് അവരുടെ നയം തീരുമാനിക്കുന്ന സർക്കാരുകൾക്കും ഒരു മടിയുമില്ല എന്നത് രാജ്യത്തിന്റെ തന്നെ ഗതികേടാണ്. കടബാധ്യതയും വിളനഷ്ടവും മൂലം ജീവനെടുക്കേണ്ടി വരുന്ന കർഷകരുടെ എണ്ണം ദിനം തോറും വർദ്ധിച്ചു വരികയാണ്. തന്റെ ഏക സമ്പാദ്യമായ വീട് ജപ്തി ചെയ്യാനുള്ള ബാങ്ക് നോട്ടീസ് വരുന്നതിന് പിന്നാലെയാണ് ആൻഡ്രൂസിനെ കാണാതാകുന്നതും പിന്നീട് ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നതും. ഇത് മേൽപ്പറഞ്ഞതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ്. 20 വർഷത്തിനിടെ കേരളത്തിൽ ജീവനൊടുക്കിയത് 23,000-ഓളം കർഷകരാണ്. കൊടുങ്കാറ്റിലകപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ നാവികനെ പോലെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ചെറുകിട കർഷകരും. കരയ്ക്കണയാൻ ഒറ്റയ്ക്ക് പൊരുതണം അവർ, പ്രതിസന്ധികളോട് തോറ്റുപോകാതിരിക്കാൻ. തോറ്റുപോകുന്നവരാകട്ടെ ആത്മഹത്യയെ കൂട്ടുവിളിക്കുന്നു. ഒരായുസ് കൊണ്ടുണ്ടാക്കിയതെല്ലാം കൺമുൻപിൽ ആന ചവിട്ടി മെതിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പിന്നെ എന്തു ചെയ്യാൻ? മലയോരത്തെ പ്രധാന വരുമാന മാർഗമായ റബ്ബറിനും ഇന്ന് വിലത്തകർച്ച നേരിടുകയാണ്. കൃഷിയിൽ നിന്ന് ഒന്നും കിട്ടാതായപ്പോൾ ചിലരെങ്കിലും ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്താമെന്ന് ചിന്തിച്ച് ഓട്ടോ ഓടിക്കാൻ ഇറങ്ങി. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലക്കയറ്റം അതിനും അവരെ സമ്മതിക്കുന്നില്ല. ഇതിനെല്ലാം പുറമെയാണ് ബാങ്കുകൾ സാധാരണക്കാരിൽ ഉയർത്തുന്ന ഭീഷണി. കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയമുണ്ടെന്ന സർക്കാർ പ്രഖ്യാപനമുള്ളപ്പോൾ തന്നെയാണ് കർഷകർക്ക് ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയക്കുന്നത്.
സാധാരണക്കാർക്ക് ഏറ്റവും അധികം സഹായമായിരുന്ന സ്വർണ്ണപ്പണയ കാർഷിക വായ്പ ബാങ്കുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും കർഷകന് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി. കർഷകന് ലഭിക്കുന്ന ഓരോ ബാങ്ക് ജപ്തി നോട്ടീസും അവനുള്ള മരണ വാറണ്ടായി മാറുകയാണ്. കർഷകന്റെ ആത്മഹത്യയെ നിരാശന്റെ ജീവത്യാഗമായല്ല കണക്കാക്കേണ്ടത്, മറിച്ച് ബാങ്കുകളും കൊള്ളപ്പലിശക്കാരും ഇവർക്ക് രണ്ടു കൂട്ടർക്കും സഹായം ചെയ്യുന്ന നിലപാടുകളുമായി നിൽക്കുന്ന സർക്കാരുകളും ചെയ്യുന്ന കൊലപാതകങ്ങളാണ്. ന്യൂസ് ഡെസ്ക് മലയോര ശബ്ദം.